ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അവൽ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ കപ്പലണ്ടിയാണ്. ഇത് നമുക്കൊരു 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് റോസ്റ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് ജസ്റ്റ് 1 മിനിറ്റോളം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളറിലെ അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് റവയാണെന്ന് തോന്നും. ആ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഓക്കെ, അത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുന്തിരി കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ശർക്കര പാനി ആക്കിയെടുക്കാം. ഓക്കെ, ശർക്കരപ്പാനി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതായി ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കൈ ചൂടെത്തുമ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ നമുക്ക് അവൽ ലഡു ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.